ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് താഴെ വീണു. ഞാൻ പറഞ്ഞത് മെസ്സിയാണ്. പിങ്ക് ലിപ്സ്, പിങ്ക് ചീക്സ്, പിന്നെ ഒരു ബ്ലൂ ഐസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നു. ലാക്മേയുടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് കൊണ്ട് ഒരു മേക്കപ്പ് ലുക്ക് നോക്കാം. സോ പ്രൈമറിന് വേണ്ടിയിട്ട് ഈ ലാക്മേയുടെ അൺറിയൽ ബ്ലർഫെക്റ്റ് പ്രൈമർ. സോ ഈ ഒരു പ്രൈമറാണ്. ഞാൻ കുട്ടി സൈസാണ് ചൂസ് ചെയ്തത്, കാരണം ഇത് കൊള്ളാമെങ്കിൽ വലിയ സൈസ് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ ചെറുതാണ് മേടിച്ചത്. ഓക്കെ, ഇതിന് വന്നിട്ട് ഒരു പീച്ചി ഷെയ്ഡ് പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഷെയ്ഡാണ് വരുന്നത്. ലൈക്ക് ഇതിൻ്റെ വേറൊരു പ്രൈമർ ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ആണോ എന്തോ, ഈ സെയിം ടെക്സ്ചറുള്ള നല്ല ഒരു ലാക്മേയുടെ ഒരു ക്രീമിൻ്റെയൊക്കെ മണം, പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ക്രീമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ നല്ലൊരു മണം എനിക്കിഷ്ടമാണ്. ഓക്കെ, ഈ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിയുമ്പം തന്നെ നമുക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റ് ഒരു ഫ്രഷ്നെസ് തോന്നും. സോ ഇനിയാണ് ഞാൻ അത്യാവശ്യം എക്സൈറ്റഡ് ആയിട്ട് മേടിച്ച ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു മൂസ് ഫൗണ്ടേഷൻ. ഇത് ലാക്മേ എക്സ്ട്രാ ഓർഡിനറി മാട്രിയൽ മൂസ് ഫൗണ്ടേഷൻ. സോ ഇതാണ് ഈ ഫൗണ്ടേഷൻ്റെ പേര് അത്യാവശ്യം കട്ടിയാണ്. ഇത് ഞാൻ ആക്ച്വലി ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ 1-2 ആക്ടേഴ്സൊക്കെ യൂസ് ചെയ്ത് ലൈക്ക് അവർ റിവ്യൂ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം അന്ന് എനിക്കത് മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മേടിച്ചില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ മേടിച്ചു. ആൻഡ് ഇത് ട്രൈ ചെയ്ത് നോക്കാനും ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. ഞാനിതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. ഇതിൽ ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡ് വന്നിട്ട് 03 ഗോൾഡൻ സാൻഡ്. ഈ ഷെയ്ഡ് ഇത് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തല്ലോ. അപ്പോൾ യൂസ് ചെയ്തപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ ആദ്യം ഇട്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വൈറ്റ് കാസ്റ്റ് പോലെ, പെട്ടെന്നൊരു പൗഡറൊക്കെ അപ്ലൈ ചെയ്ത പോലെ ഫീൽ ചെയ്തു. പക്ഷെ അത് ബ്ലെൻഡ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അത് എൻ്റെ സ്കിൻ കളർ കറക്റ്റായിട്ടായി. ഇതെനിക്ക് സ്കിൻ മാച്ചാണ്, സ്കിൻ ഷെയ്ഡാണ്, ഇത് മാച്ചാണ് എനിക്ക്. ഓക്കെ, ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചിങ്ങനെ എടുക്കുക, ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാ ഞാൻ പറഞ്ഞത് കുറച്ച് മെസ്സിയാണെന്ന്. ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് താഴെ വീണു. ഞാൻ പറഞ്ഞത് മെസ്സിയാണ്. ഇത് ഭയങ്കര മെസ്സിയാണ്. എനിക്ക് പാക്കേജിങ് ഇഷ്ടപ്പെട്ടില്ല. ഇത് പുറമേ പാക്കേജിങ് കാണാൻ കൊള്ളാം, ലൈക്ക് ഇങ്ങനൊരു കുട്ടി ബോട്ടിൽ ഒരു ബോട്ടിൽ ഒരു സംഭവം, മറ്റേ ബോൾ ഐസ്ക്രീം പോലത്തെ സംഭവം. പക്ഷേ ഇത് യൂസ് ചെയ്യാനായിട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ ലിഡ് ഓപ്പൺ ചെയ്ത് വെക്കുക, ആ ലിഡിനകത്ത് തന്നെ കുറേ പ്രോഡക്റ്റ് ഉണ്ട്. അതിപ്പോൾ തന്നെ താഴെ വീണ് താഴെയൊക്കെ ആയി. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താലും നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു പുട്ടിയടിച്ച് ഒരു പൗഡർ ഇട്ട ഫീലില്ലേ, ഉണ്ട്, നന്നായിട്ടുണ്ട്. ആ ഒരു ഫീലുണ്ട് എൻ്റെ ഫേസിൽ. പക്ഷേ കുഴപ്പമില്ല, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇത് സ്കിൻ കളറിലോട്ടങ്ങ് അഡാപ്റ്റ് ആയിക്കോളും. ആണോ, ഇപ്പോൾ ആ ഒരു വൈറ്റ് കാസ്റ്റ് പോലെ നിന്നതൊക്കെ മാറി എൻ്റെ സ്കിൻ ഷെയ്ഡിലോട്ട് ഇത് അഡാപ്റ്റായി എൻ്റെ സ്കിൻ ഷെയ്ഡായി മാറി. സോ ഈ ഫൗണ്ടേഷനെ പറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് അങ്ങനെ ഒരു കവറേജ് ഒന്നും ഇല്ല. എനിക്കൊരു BB ക്രീം അല്ലെങ്കിൽ ഒരു CC ക്രീം എഫക്റ്റാണ്, പക്ഷെ BB ക്രീം ബട്ട് ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഓൾസോ ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. സോ ഇതും ലാക്മേയുടെ 9 to 5 പവർ പ്ലേ പ്രൈമിങ് പൗഡർ ഫൗണ്ടേഷനാണിത്. പൗഡർ ഫൗണ്ടേഷൻ ഞാൻ ശരിക്കും സെറ്റ് ചെയ്യാൻ മേടിച്ചതാണ്. ഇത് ആക്ച്വലി പ്രൈമറായിട്ട്, ഫൗണ്ടേഷനായിട്ട്, ഒരു കോമ്പാക്റ്റ് ആയിട്ട്, അങ്ങനെ 3 യൂസസ് ആണ് ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് കൊണ്ട് പറ്റുന്നതെന്നാണ് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അങ്ങനെ പൗഡർ ഫൗണ്ടേഷൻസും ട്രൈ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഇതിലൊരു മിററുണ്ട്, ആൻഡ് ഇവിടെ പ്രോഡക്റ്റ്, ആൻഡ് ഇവിടെ ഒരു സ്പഞ്ച് ഉണ്ട്. സോ ആ സ്പഞ്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിലെ ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് തന്നെത്തില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് കറക്റ്റ് ഒരു നല്ല മാറ്റ് ഫിനിഷ് തന്നു. ആൻഡ് ശരിയാണ്, ഇതിന് ലൈറ്റ് കവറേജും ഉണ്ട്. പിന്നെ ഫൗണ്ടേഷൻ, ലൈക്ക് പൗഡർ ഫൗണ്ടേഷൻസ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല ഇത് എങ്ങനെയാണ് കമ്പയർ ചെയ്ത് പറയാൻ എനിക്കറിയില്ല. എനിക്ക് നല്ലൊരു മാറ്റ് ഫിനിഷ് തന്നെ തന്നു. ആൻഡ് അതിനൊരു ചെറിയ കവറേജും ഉണ്ട്, അതെനിക്ക് ഫീൽ ചെയ്തു.
ഇത് ആക്ച്വലി ഓയിലി സ്കിൻകാർക്ക് ബെസ്റ്റ് ആയിരിക്കും. ഡ്രൈ സ്കിന്നിന് ഇത് ഒട്ടും പറ്റുമെന്ന് തോന്നില്ല, കാരണം ആ ഒരു ഡ്രൈ പാച്ചസിലൊക്കെ ഇതിങ്ങനെ സെറ്റിൽ ആവാൻ ചാൻസ് ഉണ്ട്. ഷെയ്ഡ് വൈസ് എനിക്ക് കുഴപ്പമില്ല, കറക്റ്റാണ്. അങ്ങനെയൊക്കെ ഈ പ്രോഡക്റ്റ് കൊള്ളാം. സോ ഐബ്രോസിന് വേണ്ടിയിട്ട് എനിക്ക് പ്രോഡക്റ്റ് ഒന്നും ലാക്മേയുടെ കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫ് ക്യാമറ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐസിന് വേണ്ടിയിട്ട് ഈ ഒരു ഐ ഷാഡോ പാലറ്റ്, ഈ ഒരു കുട്ടി ഐ ഷാഡോ പാലറ്റ് മേടിച്ചു. ഇതിൽ വരുന്നത് ഈ 4 ഷെയ്ഡ്സും ഗ്ലിറ്റർ ഷെയ്ഡ്സ് ആണ്. വേറെ 2 സംഭവം കൂടെ ഉണ്ട് ഐസിന് വേണ്ടിയിട്ട്. ഇതേ ഒരു കാജലും ഈ ഒരു ഐലൈനറും കൂടെ ഉണ്ട്. ഇത് രണ്ടും ബ്ലൂ കളറാണ്. ഞാൻ എന്തിനാ ബ്ലൂ കളർ മേടിച്ചതെന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുക. എനിക്കൊന്ന് ബ്ലാക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഞാൻ ബ്ലൂ മേടിച്ചതെന്ന് തോന്നുന്നു. ആൻഡ് ഈ പാലറ്റ് എല്ലാം ഗ്ലിറ്റർ ഷെയ്ഡ്സാണ് വരുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ചെറിയൊരു ബ്രഷ് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് കൊണ്ട് നമ്മളൊരു ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യുക ഇപ്പം ചെയ്യുന്നത്. അതായത് ഈ ഒരു ബ്ലൂ കാജലാണുള്ളത്, അപ്പോൾ ആ ബ്ലൂ കാജൽ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഐലിഡിൻ്റെ ഈ ഒരു ഔട്ടർ പോർഷനിലായിട്ട് ഇങ്ങനെ ഈ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ടത് കൈകൊണ്ട് തന്നെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അതിങ്ങനെ ഔട്ടർ കോർണേഴ്സിൽ മാത്രം നമ്മൾ ഒരു ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്ന പോലെ സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ഗ്ലിറ്റേഴ്സ് ഉള്ള ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഇവിടെ ആയിട്ട് ഒരു സെൻറ്ററിലായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഇന്നർ പോർഷനിലേക്ക് വരാണ്ട് നമ്മളിങ്ങനെ ഈ ഒരു ഔട്ടർ പോർഷനിലേക്ക് തന്നെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ അപ്ലൈ ചെയ്ത് നിർത്തുക. എന്നിട്ട് ഇതേ ആ ഒരു കുട്ടി ബ്രഷിൽ തന്നെ ഈ ഒരു ലൈറ്റർ ഗോൾഡൻ ഗ്ലിറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഈ ഒരു ഐസിൻ്റെ ഒരു പോർഷനിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഐസ് ഒന്ന് പോപ്പപ്പ് ആയിട്ട് നിൽക്കും. ഇനി നമുക്ക് ആ ഒരു ബ്ലൂ കളർ ഐലൈനർ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഈ ഒരു ബ്ലൂ കാജൽ എടുത്ത് താഴെയും കൂടെ വാട്ടർ ലൈനിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ കാജലിൻ്റെയും ഈ ഒരു ഐലൈനറിൻ്റെയും ബ്ലൂ രണ്ട് ബ്ലൂ ആണ്. സാരമില്ല, നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശരിക്കും ഈ ബ്ലൂ കളർ കാജൽ ബ്രൗൺ ഐസ് ഉള്ളവർക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. എൻ്റെ ഐസ് ബ്രൗൺ അല്ല, പക്ഷെ പ്യുവർ ബ്ലാക്കും അല്ല. ലൈറ്റ് അടിക്കുമ്പം ബ്രൗൺ പോലെ വരും. എന്നിട്ട് ഈ ബ്ലൂ കളർ ഐലൈനർ തന്നെ എടുത്തിട്ട് നമുക്കിത് ഇവിടെ കൂടെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു എന്നിട്ട് മെസ്കാരയും ഞാൻ ഈ ഒരു ഐക്കോണിക് വോളിയം മെസ്കാരയാണ് മേടിച്ച് ആ ഒരു മെസ്കാര എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, മെസ്കാര കുറേ കോട്ട്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാഷസ് ഇത്തിരി നന്നായിട്ട് വിടർന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല കോട്ട്സ് അപ്ലൈ ചെയ്യാം. ആൻഡ് ഈ താഴത്തെ ലാഷസിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമ്മുടെ ഒരു ഐ ലുക്ക് ഇസ് കംപ്ലീറ്റ്. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇസ് ബ്ലഷ്. ലാക്മേ വെൽവെറ്റ് ക്രീം ബ്ലഷ് ആണ്. ഇതിൽ ഷെയ്ഡ് വന്നിട്ട് ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ മേടിച്ച്. യെസ്, കണ്ടോ, നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. എനിക്ക് ആക്ച്വലി എൻവൈബയുടെ ഒരു ബ്ലഷ് ഉണ്ട് പിങ്ക് ഷെയ്ഡില്ല. ആ ബ്ലഷ് ആ ഒരു കളർ എനിക്ക് ഭയങ്കര കോംപ്ലിമെൻറ്റിങ് ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലും ഈ ഒരു പിങ്ക് ഷെയ്ഡ് ചൂസ് ചെയ്തത്. ഇന്നത്തെ ഒരു മിററും ഉണ്ട്. ബ്ലഷിൽ മിറർ ഞാൻ ഇങ്ങനത്തെ ബ്ലഷസ് അങ്ങനെ മേടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ബ്ലഷിൽ അങ്ങനെ മിറർ ഒരുപാട് കണ്ടിട്ടില്ല. റിയലി പിഗ്മെൻറ്റഡ്, നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആണ്. അത്യാവശ്യം പ്രോഡക്റ്റ് ഇങ്ങനെ അങ്ങ് എടുത്ത്, അതുകൊണ്ടായിരിക്കും. ഞാൻ ബ്രഷും ഉണ്ട്, ബ്ലെൻഡ് ചെയ്ത് നോക്കാം. സോ ലാസ്റ്റ് ലിപ്സ്റ്റിക്കിന് ഈ ഒരു ലാക്മേ ഫോറെവർ മാറ്റ് ലിപ് കളറാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പിങ്ക് ന്യൂഡ് ഷെയ്ഡ്, ന്യൂഡ് ഡ്രീം എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ് നെയിം. നോക്കിക്കേ, ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ആക്ച്വലി എനിക്ക് ഫൈനൽ ലുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ലിപ്സിന് ആ ഒരു പിങ്ക് ലിപ്സ്, പിങ്ക് ചീക്സ്, പിന്നെ
ഒരു ബ്ലൂ ഐസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നു. നേരിട്ട് നല്ല ഭംഗിയുണ്ട്, ക്യാമറയിൽ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ, പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. പിന്നെ എനിക്ക് ഐബ്രോയിന് വേണ്ടി പ്രോഡക്റ്റ് ഒന്നും കിട്ടിയില്ല. ഐബ്രോ പെൻസിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊന്ന് ബ്ലാക്ക് ഷെയ്ഡാണ് കണ്ടത്, ബ്രൗൺ ഇല്ലായിരുന്നു. പിന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നോ എന്ന് ഓർമ്മയില്ല. അപ്പോൾ ഐബ്രോയ്ക്ക് വേണ്ടി എനിക്ക് പ്രോഡക്റ്റ് കിട്ടില്ല, അത് ഞാൻ വേറെ പ്രോഡക്റ്റ് കൊണ്ടാണ് ഫില്ല് ചെയ്തത്. അല്ലാണ്ട് ടോട്ടൽ ഫുൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല പ്രോഡക്റ്റ്സ് ആണ്, ഡീസൻറ്റ് പ്രോഡക്റ്റ്സ് ആണ്. എനിക്ക് ഇത്രയും പ്രോഡക്റ്റ്സ് കൊണ്ട് എനിക്കൊരു സിമ്പിൾ ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അതായത് എവറിഡേ ബേസിസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. ഒരു ഫുൾ കവറേജ് അതൊന്നും കിട്ടിയിട്ടില്ല, ഒരു എവറിഡേ കവറേജ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.